രാവിലെ എണീറ്റപ്പോൾ തന്നെ കിട്ടിയതാണ് എൻ്റെ കയ്യിൽ. ഇവിടെ അരയ്ക്ക നെന്മീൻ എന്നൊക്കെയാണ് പറയാറ്. അങ്ങനെ അതിനെയും ചട്ടിയിലാക്കി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടിൻ്റെ ഉപ്പുമാൻ്റെ കൂടെയൊക്കെ ചിപ്സും മിച്ചറും ഒക്കെ കൂട്ടി കഴിക്കുന്നത്. പിന്നെ ഇത്രയും വലിയ മീൻ കിട്ടുന്നത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാത്തതുകൊണ്ട് അതൊക്കെ ഇവിടുത്തെ അമ്മയാണ് ചെയ്യുന്നത്. ഞാൻ വല്ല മത്തിയോ ചൂടയോ ഒക്കെ വെട്ടത്തോളും, അതുകൊണ്ട് ഞാൻ അതിൽ ഇടപെടാറില്ല. പിന്നെ കുറച്ച് ഉണക്കമാങ്ങയും കുതിരയും വെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ തേങ്ങ പൊതിക്കാൻ പോയി കേട്ടോ. തിരിച്ചു വന്നപ്പോഴത്തേക്കും പയറുതോരനും മീൻകറിയും ഒക്കെ അനിയത്തി അമ്മയും കൂടെ റെഡിയാക്കി. സൈഡ് വഴി കപ്പയും കഴിച്ചു കേട്ടോ. അത് വലിയ പ്രിയമല്ലാത്തതുകൊണ്ട് ഞാനധികം കൈയൊന്നും കിടത്തിയില്ല. പിന്നെ എൻ്റെ വകയും എന്തെങ്കിലും സംഭാവന വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അച്ചാറുണ്ടാക്കാമെന്ന് വെച്ചു. അതിനുവേണ്ടി നേരത്തെ കുതിർത്ത് വെച്ച് അടമാങ്ങ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ചട്ടി വെച്ച് അതിൽ കടുകും ഉലുവയും ഒക്കെ പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില ഇട്ട് ഒരു പരുവായപ്പോഴത്തേക്കും അടമാങ്ങ ഇട്ട് ഇളക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ നന്നായിട്ട് ചേർത്ത് ഇളക്കി ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ എനിക്ക് എന്തെങ്കിലും അച്ചാർ ഐറ്റംസ് എന്തെങ്കിലും വേണം കേട്ടോ. അതുകൊണ്ട് അപ്പോൾ എന്നെ എപ്പോഴും വഴക്ക് പറയും ഇവിടെ ഉള്ളത്. എൻ്റെ ചേട്ടൻ തന്നെ വഴക്ക് പറയും, എന്തിനാ ഈ അച്ചാർ എപ്പോഴും തിന്നുന്നത്. പക്ഷേ ഒരിച്ചിരി അച്ചാർ എനിക്ക് ഊണ് കഴിക്കുമ്പോൾ മസ്റ്റാട്ടോ. ഉപ്പ് ലാസ്റ്റാണ് ഇട്ടത്, മറന്നുപോയില്ല ഉപ്പിടാനായിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടിയും ആവശ്യത്തിന് വിനാഗിരിയും ഒഴിച്ച് ഇളക്കി മാറ്റി വെച്ചു കേട്ടോ. ഇനി ഞാൻ ചോറും കപ്പയും മീനും അച്ചാറുമായിട്ടൊരു പിടി പിടിക്കട്ടെ. എനിക്ക് പയർ ഇഷ്ടമല്ല കേട്ടോ. തോരൻ ഐറ്റംസ് ഒന്നും അധികം വലിയ താല്പര്യമില്ല. മെഴുക്കുവരട്ടിയാണെങ്കിൽ നോക്കും, പക്ഷേ ഇന്നിവിടെ തോരൻ ആയതുകൊണ്ട് അതൊന്നും എടുത്തില്ല. അപ്പം ഞാൻ ഇത് കഴിക്കട്ടെ. ഓക്കെ, ബായ്.